നമസ്കാരം. ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ്. ഓക്കെ, ഈ ഇന്നത്തെ വീഡിയോ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ പലർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് അക്യുപ്രഷർ പോയിൻറ്റുകളാണ്. സാധാരണ നിലയിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളറിയാതെ തന്നെ നമുക്ക് അവിടെ വെച്ച് തന്നെ ശരീരത്തിനുള്ളിൽ തന്നെ അതങ്ങ് തീർത്തളയുന്നൊരവസ്ഥ, എന്നാണ് പുറമേ അസുഖമായിട്ട് വരാത്ത രീതിയിൽ അതുമാതിരി ചെയ്യേണ്ട കുറച്ച് അക്യുപ്രഷർ പോയിൻറ്റുകളാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാകട്ടെ ഇല്ലാത്തവരാകട്ടെ ഡെയിലി ഇത് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ഒരു നേരം ചെയ്താലോ 2 നേരം ചെയ്താലോ കുഴപ്പമില്ല, ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നമുക്ക് ഒഴിവാകും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ പറയുന്ന പോയിൻ്റൊക്കെ ബൈലാറ്ററൽ പോയിൻ്റാണ്, 2 കയ്യിലുള്ള പോയിൻ്റ്. അതുപോലെ കാലിലാണെങ്കിലും 2 കാലിലും കാണും. ഫസ്റ്റ് ഈ പോയിൻ്റ് ഉണ്ടോ, നമ്മൾ തള്ളവിരലും ഇൻഡെക്സ് ഫിംഗറും ചൂണ്ടുവിരലും അടുപ്പിച്ച് പിടിക്കുമ്പോൾ ഇതാണ്ട ഇവിടെ പൊങ്ങിയിരുന്ന ഭാഗമില്ലേ, ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് മൗണ്ടഡ് ഏരിയ ഇവിടെ LI4 എന്ന് പറയും. ഇവിടെ നമുക്കിങ്ങനെ പൾസ് കൊടുക്കുകയാണെങ്കിൽ 2 കയ്യിലും കൊടുക്കുക. ഇവിടെ പൾസ് പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ മസാജ് കൊടുക്കുക. ഇത് നമ്മുടെ എല്ലാതരം വേദനകൾക്കും ഒരു സെഡേഷൻ പോയിൻ്റാണിത്. ഈ പോയിൻറ്റിൽ നമുക്ക് തലവേദന, വയറുവേദന, പല്ലുവേദന അങ്ങനെയുള്ള വേദനയുള്ള കാര്യങ്ങൾ, അതുപോലെ വയറിലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ പോയിൻ്റ് 2 കയ്യിലുമുണ്ട്. ഓക്കെ, പിന്നീടുള്ളൊരു പോയിൻ്റ് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റ്. നമ്മൾ റിസ്റ്റിൻ്റെ ജോയിൻ്റ് ഇല്ലേ, കൈയുടെ ഈ ഭാഗവും അല്ല, ബാക്ക് സൈഡും അല്ല, ഫ്രണ്ട് സൈഡും അല്ല, ഒരു മിഡിലായിട്ട് വരും. ഈ ജോയിൻ്റ് റിസ്റ്റ് ജോയിൻ്റ് അവിടെ നിന്ന് 2 വിരൽ വ്യത്യാസത്തിൽ ഇവിടെ ഒന്ന് തപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിപ്രഷൻ, ഒരു കുഴിമാരി നമുക്ക് കിട്ടും, നമുക്ക് കയ്യിൽ തോന്നും. നമുക്ക് ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഒരു ശരിക്കും ഡിപ്രഷൻ കിട്ടും. ശരിക്കും നോക്കിയാണെങ്കിൽ ഡിപ്രഷൻ അവിടെ ഒന്ന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ 2 കയ്യിലും കൊടുക്കുകയാണെങ്കിൽ ആസ്മാറ്റിക് പ്രോബ്ലം, മെയിനായിട്ട് സ്കിൻ ഡിസോർഡർ, സ്കിന്നിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, ആസ്മ ഉള്ള പ്രശ്നങ്ങൾ, പിന്നെ നമ്മൾ സ്റ്റിഫ് നെക്ക്, കഴുത്തിൽ വരുന്ന പിടുത്തം എന്ന് പറഞ്ഞാൽ നെക്കിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ നല്ലൊരു പോയിൻ്റാണ്. അടുത്തത് LU9 എന്ന് പറയും. ആദ്യം പറഞ്ഞ LI4, രണ്ടാമത് പറഞ്ഞത് LU7, ഈ LU9 എന്ന് പറയും. ഈ വിരലിൻ്റെ തള്ളവിരലിൻ്റെ റിസ്റ്റിൽ വരുന്ന ആ ബേസ്, തള്ളവിരലിൻ്റെ ബേസ് റിസ്റ്റിലോട് ചേർന്നിട്ട് ഒരു ഡിപ്രഷൻ കുഴിമാരി കാണാം. ഇതും ഒരുപാട് ദഹന പ്രശ്നങ്ങൾക്കും മറ്റുള്ള കഴുത്തുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു പോയിൻ്റാണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെറുവിരലിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഡിപ്രഷൻ കിട്ടും. ഇത് ഹാർട്ടിൻ്റെ ഒരു പോയിൻ്റാണ്. ഹാർട്ടിനെ ബാധിക്കുന്ന എല്ലാതും പ്രശ്നങ്ങൾ, പിന്നെ പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ് കൂടുക, അങ്ങനെയുള്ള വിഷയങ്ങൾ. ഹാർട്ടെന്ന് പറഞ്ഞാൽ ബ്രെയിനുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ഒരു പോയിൻ്റ് ആയതുകൊണ്ട് മാനസിക സമ്മർദ്ദം കുറക്കാനും ബ്ലഡ് ഫ്ലോ, ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഉപകരിക്കുന്ന പോയിൻ്റാണ്. ഇനി ഇതിന് 2നും മിഡിലായിട്ട് ഒരു 3 ഫിംഗർ വിഡ്ത്തിൽ മധ്യത്തിലൊരു പോയിൻ്റുണ്ട്. ഇത് വളരെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇത്രയും പോയിൻ്റ് കയ്യിലുണ്ട്. ഇനിയുള്ളൊരു പോയിൻ്റ് നമ്മുടെ കൈമുട്ട്, കൈ ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ കണ്ട, മടക്കി വെക്കുമ്പോൾ കൈയുടെ ഈ വെട്ടമൊന്ന്, ഈ ക്രീസൊന്ന് അവസാനിക്കുന്ന ഭാഗവും നമ്മുടെ കൈമുട്ടിൻ്റെ എല്ലും ഇതിന് മധ്യത്തിലായി പോകുന്നുണ്ട്. LI11 എന്ന് പറയും. ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഉപകാരപ്രദ പോയിൻ്റാണ്. ഇനി വരുന്ന പോയിൻ്റ് കാലുകളിലാണ്. ഓക്കെ, കാലുകളുടെ പോയിൻ്റ് കാണിച്ചു തരാം. ഇനി കാലുകൾ ബാധിക്കുന്ന പ്രശ്നം, കാലിൽ ബാധിക്കുന്നതല്ല, കാലുകളിൽ വരുന്ന പോയിൻ്റ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു കാലാണ് നമുക്ക് ഇടത് കാലാണ് വെക്കുന്നെങ്കിൽ വലത് കൈയിൽ 4 വിരലുകൾ ഈ നമ്മുടെ നീസിൻ്റെ ജോയിൻറ്റ് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുവിരലൊന്ന് ടച്ച് ചെയ്യുന്ന ഭാഗം, ഇവിടെ ഒരു ബോണുണ്ട് മുട്ടിന് താഴെയായിട്ട്, അതിന് താഴെയായിട്ട് ഒരു ഡിപ്രഷനിൽ ഇവിടെ പോയിൻ്റ് കാണാം. കണ്ടോ, ഇത് വളരെ ഉപകാരപ്രദമായ പോയിൻ്റ്. കാൽ 2 പറയുന്നത് തന്നെ 3 മൈൽ പോയിൻ്റ് എന്നാണ്. കാരണം കാൽ സംബന്ധമായ പ്രശ്നം, കാലിൽ എനർജി കിട്ടുക, മുട്ടുവേദന, തലവേദന, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു പോയിൻ്റാണ്. ഇത് വരുന്നത് കാലിൻ്റെ പുറം സൈഡ് എന്ന് പറഞ്ഞാൽ ചെറുവിരലിൻ്റെ സൈഡിലാണ് വരുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ കാലിൻ്റെ മുട്ട അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് 4 വിരലിങ്ങനെ വെക്കുകയാണെങ്കിൽ ചെറുവിരൽ നിന്ന് അവസാനിക്കുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗത്താണ് പോയിൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിജിറ്റൽ പോയിൻ്റ് കൂടിയാണ്. ഓക്കെ, ഹോമിയോസ്റ്റാറ്റിക് പോയിൻ്റ് കൂടിയാണ്. അടുത്തത് അതേമാതിരി തന്നെ തള്ളവിരലിൻ്റെ സൈഡ് ഇതുണ്ടോ, ഈ ഭാഗത്തോട്ടൊരു പോയിൻ്റ് വരും. എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ ഈ ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുഴി കിട്ടും. ഇത് ഗോൾ ബ്ലാഡറിൻ്റെ 34ാമത്തെ നമ്പർ പോയിൻ്റ്. വോമിറ്റിംഗ്, പിന്നെ നോസിയ, തലവേദന, അതിനൊക്കെ നല്ലൊരു പോയിൻ്റാണ്. ഇനി വരുന്ന പോയിൻ്റ് കംപ്ലീറ്റ് താഴെയാണ് കാലിൻ്റെ. ഓക്കെ, അതിൽ ആദ്യമായിട്ട്
വളരെ ഇമ്പോർട്ടൻ്റായ പോയിൻ്റ്, ഈ രണ്ട് വിരലിൻ്റെ മധ്യത്തിലൂടെ, ഈ രണ്ട് വിരൽ തള്ളവിരലും അതിനടുത്ത വിരലിൻ്റെ മധ്യത്തിലൂടെ ഒരു ചാനൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആകും കേട്ടോ. പിന്നെ അങ്ങോട്ട് എല്ലിൻ്റെ ഭാഗമാണ് ഇവിടെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ലിവറിനെ ബാധിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ല പോയിൻ്റാണ്. കൂടാതെ തലവേദന, ഉറക്കമില്ലായ്മ, നോസിയ എന്നീ പ്രശ്നങ്ങൾക്കും നല്ലതായത്. അടുത്തത് നമ്മുടെ ഈ ആംഗിൾ ബോണിനും നമ്മുടെ സയാറ്റിക് നെർവ്, കുതിര ഞരമ്പ്, ഇതിനും മധ്യത്തിലായിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഒരു കുഴിമാരി തോന്നും നമുക്ക്. ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടോ വരയ്ക്കുമ്പോൾ ഇവിടെ ഡിപ്രഷനൊന്നും വിരൽ വീഴും. ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന സമയത്ത് കൈ ഹുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിൻ്റ് ഇടും. നടുവേദന, പിന്നെ ജെനിറ്റൽ പ്രശ്നങ്ങൾ, യൂറിനറി പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പോയിൻ്റായത്, അതുപോലെ ഉള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ പോയിൻ്റാണ്. ഓക്കെ. ഇനി വരുന്ന പോയിൻ്റ് ഇവിടെ നിന്ന് തന്നെ 4 വിരൽ മേലേക്ക്, അവരവരുടെ രോഗിയുടെ 4 വിരൽ മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലിൻ്റെ ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡായിട്ടൊരു പോയിൻ്റ് കിട്ടും. ഇതും നമ്മൾ ജെനിറ്റൽ ഡിസോർഡേഴ്സ്, പിന്നെ കാലിൽ വരുന്ന നീർക്കെട്ടുകൾ, കാലുവേദനകൾ, സ്പ്ലീൻ്റെ പോയിൻ്റാണ്. കാരണം രക്തസംബന്ധമായ പ്രശ്നങ്ങൾ, വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാലുവേദന, ഈ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പോയിൻ്റ്. ഓക്കെ. മാനസികമായ പ്രശ്നത്തിനും ഈ പോയിൻ്റ് കൊടുക്കാറുണ്ട്. ഇത്രയും പോയിൻ്റ് ആയപ്പോൾ. ഓക്കെ. ഇതാണ് നമുക്ക് ഇത്തരം പോയിൻ്റുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. വളരെയധികം നമുക്ക് ഗുണം കിട്ടുന്നൊരു പോയിൻ്റാണ്. നമ്മുടെ ശരീരത്തെ ഡെയിലി നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഒരു മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് കൂടി കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ. അത് ബാക്ക് സൈഡാണ്. നമ്മുടെ ഈ ഹെഡിൻ്റെ ഈ സ്കള്ളുണ്ട്, തലയോട്ടി ഇവിടെ കൈവച്ച് ഇങ്ങനെ താഴേക്ക് തടയുക. കണ്ടോ? തടുമ്പോൾ ഇവിടെ ഒന്നൊരു കുഴിയിലൊന്ന് വീഴുന്നുണ്ട്. കണ്ടോ? ഒരു ഡിപ്രഷനായത്. ഈ കുഴിയിലൊന്നും ഇങ്ങനെ വീഴും വിരൽ. ഇത് ചെയ്യേണ്ട സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഈ 2 കൈയിൽ വെച്ചിട്ട് ഈ തള്ളവിരലിങ്ങനെ തടയി താഴേക്ക് ഇറക്കുക. ഇറക്കുമ്പോൾ ഈ കുഴിയിലൊന്ന് വീഴും. കണ്ടോ? ഇവിടെ ഇങ്ങനെ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇത് വളരെയധികം മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, തലവേദന, കഴുത്ത് വേദന, ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ബ്ലഡ് പ്രഷർ, BP കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല. എപ്പോഴും നോർമൽ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. നന്ദി, നമസ്കാരം.